എല്ലാം കിട്ടിയോ? എവരിത്തിങ് ഓക്കെ. ഇതെന്നതാ എയർ ബാഗിലൊക്കെ? അത് ഒരു ഫേമസ് പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഗുമസ്തൻ ഫിഷ്, പച്ചക്കറി തുടങ്ങിയ ഐറ്റംസ് പബ്ലിക്കായി വാങ്ങിച്ചോണ്ട് വരുന്നത് സ്റ്റാറിന്റെ സ്റ്റാറ്റസിന് ഇൻഡീസിന്റെ ഒരു ബിഹേവിയർ ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് ഒരു എയർ ബാഗ് വാങ്ങി ഇതിനകത്ത് പാക്ക് ചെയ്തു. എയർ ബാഗിന്റെ വില 225 രൂപ 95 പൈസ. ഇതാ ബില്ല്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇനിയും വേറെ വല്ല ആവശ്യത്തിന് ഉപയോഗിക്കാലോ. എന്നതാടോ ഒന്ന് ലാത്തി അടിക്കുന്നേ? സാർ, പച്ചക്കറി ഫിഷ് ഐറ്റം. ആ പീതാംബരം കൊലക്കേസിന്റെ സാക്ഷികളോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? അവരിന്ന് ലാൻഡ് ചെയ്യും സാർ. എന്നതാടോ ലാൻഡ് ചെയ്യാൻ? അവരെന്നെ മുണ്ടക്കയത്തുനിന്ന് ഫ്ലൈറ്റിലാണോ ഇങ്ങോട്ട് വരുന്നേ? ദേ, അവന്മാരെയൊക്കെ ശരിക്ക് പറഞ്ഞു പഠിപ്പിച്ചോണം. കോടതി വന്ന അബദ്ധങ്ങളൊന്നും വിളമ്പിയേക്കരുത്. സാർ, പീതാംബരനെയും പറഞ്ഞു പഠിപ്പിക്കണോ? അല്ല, പീതാംബരന്റെ അച്ഛനെ. എടോ, പീതാംബരനല്ലേ കൊല ചെയ്യപ്പെട്ടത്? ഓ, ഐ റെക്കമെൻഡ്. ഞാൻ ഓർക്കുന്നു. കണ്ടമാനം കേസുകൾ മാനിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആയതാ. സോറി സാർ. മതി മതി, താനേ പച്ച മലയാളത്തിൽ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ശരി. ആ, പിന്നെ ആ ഗോമതിമ്മ പറഞ്ഞ ക്ലൈന്റ് വരും. വന്നാ അവിടെ ഇരിക്കാൻ പറയണം. സാർ, ആ തിരുനെല്ലി റൈപ്പ് കേസിലെ ക്ലൈന്റ് ആണോ? അതേടോ. എന്റെ കർത്താവേ, ഒരു അഡ്വക്കേറ്റിന് ഇങ്ങനൊരു ഗുമസ്തനെ ഒത്തുകിട്ടില്ല. വേറെ ഏത് ഗുമസ്തനെ കിട്ടും ഇങ്ങനെ മീനും ഇറച്ചിയൊക്കെ വാങ്ങിക്കാൻ? എന്നെ വിളിച്ചായിരുന്നാ? ഇതിപ്പോ നല്ല കഥയായി. വളരെ ആളെ വിളിച്ചു വരുത്തിട്ട്. അല്ല, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? പിന്നെ അവര് വന്നാലുടനെ പുറപ്പെടണ്ടേ? എന്താ ജോസൂട്ടി? അല്ല, അത് എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പറഞ്ഞോ. ഈ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു തരം വിങ്ങലാണെന്ന് ആരോ പണ്ട് എഴുതിയിട്ടുണ്ടേ. ആരോ ഒന്നുമല്ല, MT എഴുതിയതാ. അതെ അതെ, കറക്റ്റ് കറക്റ്റ്. എന്റെ മനസ്സിലും അതിങ്ങനെ വിങ്ങി പൊട്ടാറായി നിൽക്കുക. സോണിയോട് ഒന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടായേക്കാം. അയ്യോ, അങ്ങനെ ഒരു പൊട്ടിത്തെറി ഒഴിവാക്കാനെങ്കിലും ജോസൂട്ടി കാര്യം പറ. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. ഓ, അതൊന്നും സാരില്ലെന്നേ. എവിടെ വേണമെങ്കിലും തുടങ്ങിക്കോ. റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. പറയാല്ലേ, ഈ ഊട്ടിയുടെ തണുത്തുറഞ്ഞ അറ്റ്മോസ്ഫിയറിലെങ്കിലും ഞാൻ സോണിയോട് എന്റെ മനസ്സിൽ കത്തിക്കാളുന്ന തീയെ. അയ്യോ, എന്റെ പൊന്ന് പ്രേംകാന്തി, ചതിക്കല്ലേ. സാഹിത്യം ഒന്നും വേണ്ട. ഉള്ള കാര്യം എന്താന്ന് വെച്ചാ അങ്ങ് തുറന്നു പറ. മറ്റൊന്നുമല്ല, എനിക്ക് സോണിയോളം വിദ്യാഭ്യാസമില്ല. എങ്കിലും എന്നെങ്കിലും ഒരു വലിയ ഫിലിം ഡയറക്ടർ ആവണമെന്ന എന്റെ ആഗ്രഹം. ജസ്റ്റ് ലൈക്ക് ബെർലുച്ചി, കൊറസോവ, ബർഗ്മാൻ. എന്റെ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ സോണി കൂടി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മണിരത്നം സുഹാസിനി ടീം പോലെ ഒരുമിച്ച് മുന്നോട്ടങ്ങോട്ട് നീങ്ങായിരുന്നു. ഇതെന്റെ മനസ്സിന്റെ അത്യാഗ്രഹമാവാം. എങ്കിലും ഞാൻ തുറന്നു പറയാ, സോണിയെ എനിക്കിഷ്ടമാണ്, സ്നേഹമാണ്, മറ്റെന്തിനേക്കാളും. ജോസൂട്ടിയുടെ നാവിൽ നിന്നും ഈ ഒരു വാക്ക് കേൾക്കാൻ ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു എന്നറിയോ? കർത്താവേ, സോറി, എന്റെ സോറി, ഐ ലവ് യു. I love you. സോറി, ഐ ലവ് യു. ഐ ലവ് യു ടു മച്ച്, ടു മച്ച്. അയ്യേ, തീയല്ല കീഴെ പോച്ച്. താനെന്തിനാ എന്നെ കയറി പിടിച്ച്? അറിവ് കേട്ടുമുണ്ട്. പോയോ പൈത്യക്കാരാ? എന്താ ജോസൂട്ടി എന്താ പറയാൻ വന്നത്? പറയാൻ വന്നതൊക്കെ ഈ പാണ്ടി കൊണ്ടുപോയി. പിന്നെ പറയാം. ഭർത്താവേ, ഇന്നത്തെ ഡേ ശരിയല്ല. ആഹാ, നീ ഇതപ്പോ വന്നു. എന്നതാണേ, നിന്നെ കണ്ട സിനിമയുടെ ഹീറോ മാതിരി ഉണ്ടല്ലോ. ആകെ അങ്ങ് തടിച്ചുരുണ്ട് കൊഴുത്ത്. എന്താ കഥാ തിരക്കഥാ സംവിധാനം ഒക്കെ കൂടാതെ ഇപ്പൊ അഭിനയം തുടങ്ങിയോ? ഓ, ഞാൻ അതൊക്കെ എന്നെ നിർത്തി കല കച്ചവടത്തിന് വഴിമാറിക്കൊടുത്തു. രാവിലെ മുതൽ റബ്ബർ തോട്ടത്തിലും പാടത്തിറങ്ങി അധ്വാനിച്ചപ്പോഴല്ലേ എന്റെ സുഖം മനസ്സിലായത്. അവിടുത്തെ കാറ്റിനും വെള്ളത്തിനും ഒക്കെ എന്നാ കുളിർമയെന്നറിയോ? ഇടാടാ, വെറുതെ പറഞ്ഞെന്നെ കൊതിപ്പിക്കാതരാ. സത്യം പറഞ്ഞാൽ കുറച്ചു ദിവസം അവിടെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് കാലം കുറയായി. എന്നാ ചെയ്യാനാ? ഇവിടുത്തെ മുടിഞ്ഞ തിരക്കിനിടയ്ക്ക് സമയം കിട്ടണ്ടേ?
ആട്ടെ നീ എന്നെ അപ്പച്ചനപ്പച്ചനെ കൂട്ടിക്കൊണ്ട് വരാതെ? ഓ, അതിനവരവിടെ ഉണ്ടായിട്ട് വേണ്ടായോ? ഭരണം എനിക്ക് കൈമാറിയിട്ട് അവര് ഹണിമൂണിന് പോയിരിക്കില്ലയോ? ആഹാ, ഇത്തവണ എങ്ങോട്ടാ? ഗോവയിലേക്ക്. അവിടെ ഫെയിലേക്ക് അടിച്ചു കറങ്ങി വാൾ വെച്ച് നടക്കുന്നുണ്ടാവും. നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. എനിക്കൊരു ഇത്തിരി പണി കൂടെ തീർക്കാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. അയ്യോ, ഒരു രക്ഷയില്ല. എനിക്കിപ്പോ തന്നെ പോണം. ഞാൻ ഇച്ഛാൻ വരാൻ വേണ്ടി കാത്തിരിക്കല്ലായിരുന്നോ? ഞാൻ വളം വാങ്ങാൻ വണ്ടി കൊണ്ടുവന്നിരിക്കുക. അവിടെയാണെങ്കിൽ തോട്ടത്തിൽ ജോലിക്കാരൻ നിപ്പുണ്ട്. വളം സമയത്ത് ചെയ്തില്ലെങ്കിലേ റബ്ബർ പാല് തരത്തില്ല. റബ്ബർ പാല് തന്നില്ലെങ്കിൽ കയ്യിൽ ജോർജ് കുട്ടിയും വരത്തില്ല. മനസ്സിലായ? അപ്പൊ ഞാൻ പോവാ. അടുത്ത ആഴ്ച വീണ്ടും വരുന്നുണ്ട്. 2 പൂവങ്കോലൊക്കെ ആയിട്ട്. പൂവമ്പഴം എന്ന് പറഞ്ഞാൽ ഇച്ചായന് ജീവനാണെന്ന് എനിക്ക് അറിയത്തില്ലയോ? പണ്ട് ബഡ്ജറ്റ് സാറ് പറഞ്ഞ തിരുനെല്ലി റൈപ്പ് കേസിലെ ക്ലൈന്റ് ഇതായിരുന്നു. ഈശ്വരി കണ്ടിട്ട് ദാറ്റ് ഈസ് കറക്റ്റ്. എക്സ്ക്യൂസ് മീ, മാഡം പറഞ്ഞിട്ട് വന്നല്ലേ? അതെ. ടേക്ക് യുവർ സീറ്റ്. സാറ് പോരും. മാനസികമായും ശാരീരികമായും വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ചു അല്ലേ? എങ്ങനെയാണ് സംഭവം നടന്നത്? ആക്ച്വലി വാട്ട് ഹാപ്പൻ? കുട്ടിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണമെന്നില്ല. എങ്കിലും കുട്ടിയുടെ അപ്പോഴത്തെ മെന്റൽ ഡിസ്കഷൻ, അതായത് മാനസികാവസ്ഥ എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വിടരാൻ വിതിമ്പി നിൽക്കുന്ന ഈ പനിനീർ പുഷ്പത്തെ ഒരു ലോഡ് കശ്മലന്മാർ പിച്ച് ചീന്തി തിന്നുകയെന്ന് വെച്ചാൽ അൺസൈക്കബിൾ. അനാവശ്യം പറയരുത്. ഞാൻ ആരെന്നാ താൻ വിചാരിച്ചത്? എനിക്കറിയാം. ഇതുപോലെ എത്ര തിരുനെല്ലി കണ്ടവനാണ് ഞാൻ. ഗുമസ്തനോടും കമ്പൗണ്ടറോടും കള്ളം പറയാൻ പാടില്ല എന്ന ചൊല്ല്. സത്യം പറ, ശരിക്കും അവർ എത്ര പേരുണ്ടായിരുന്നു? ഹൗ മച്ച് മെമ്പേഴ്സ്? ആദ്യം അവരെന്താ ചെയ്തേ? ഇതാ ചെയ്ത. അപ്പൊ ഇത് തിരുനെല്ലി അല്ലേ? എന്നോട് ക്ഷമിക്കണം ചേച്ചി. അയാൾ സാറിന്റെ ഗുമസ്തനാണെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ടാ ഇവിടെ ആര് വന്നാലും കേസും കോടതിയുമായി ബന്ധപ്പെട്ടവരാണ് അയാളുടെ വിചാരം. നീ ഇതൊക്കെ ഒന്ന് ശരിയാക്ക്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി ചേച്ചി. സാറിന് കോടതി പോകാൻ സമയമായി. ഓഹോ, സർവന്റ് ആണല്ലേ? കിച്ചൻ കേള്. മട്ടും പാവം കണ്ടാ തോന്നും ഏതാണ്ട് IAS-കാരിയാണെന്ന്. എന്താ IAS മാത്രമേ വൃത്തി നടക്കാൻ പാടുള്ളൂ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഇത് എന്റെ വർക്ക് ഏരിയ. ഓഹോ, ഞാൻ വിചാരിച്ചത് ഓപ്പറേഷൻ തിയേറ്റർ ആണെന്ന്. കഴുത്തില് കർട്ടിനും ഹാൻഡില് കയറിട്ട്. നീ ഇത് എവിടേക്കാ പോണേ? ചന്ദ്രനിലേക്കാ? തന്നെ പോലുള്ള കൺട്രികൾക്ക് അങ്ങനെ തോന്നൂ. ഇതേ മോഡേൺ സ്റ്റൈലാ. ദാറ്റ് മീൻസ് വെസ്റ്റേൺ സ്റ്റൈൽ. അതെയോ? ഇത് വില കൊടുത്ത് വാങ്ങിച്ച മീനാ. വെസ്റ്റേൺ സ്റ്റൈലിൽ കുക്ക് ചെയ്ത് മനുഷ്യന് വായയിൽ വെക്കാൻ പറ്റാത്ത രീതിയിൽ മേക്ക് ചെയ്താൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഐ വിൽ ഡിസ്പെസ് യു. അതായത് ഇന്ന് എന്നെ ഇവിടുന്ന് കെട്ടിക്കുന്നു. യു നോ? ഐ നോ, ബട്ട് വൺ ഹംബിൾ റിക്വസ്റ്റ്. യു നെവർ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. തന്റെ ബട്ട്ലർ ഇംഗ്ലീഷ് ഒന്നും ഇവിടെ വേണ്ടെന്ന്. താൻ ആരെ എന്നെ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കാൻ? എന്റെ തനി സ്വരൂപം താൻ കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പ്ലീസ്. താൻ എന്താ പറഞ്ഞ? അല്ല, ഞാനേ എനിക്ക് കുട്ടിയുടെ ഗഡ്സ് കാണാൻ കഴിഞ്ഞു എന്ന് പറയായിരുന്നു. ഇത്രയും സ്മാർട്ടായ മോഡേൺ സർവൻസിനെയാണ് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യം. ഈ നിമിഷം മുതൽ നാം കോ വർക്കേഴ്സ് ആണ്. കുട്ടിക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ വർക്ക് ചെയ്യാം. എന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. ഇന്നു മുതൽ നാം ഒന്ന്, നമുക്കൊന്ന്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. അടക്കള യൂണിയൻ സിന്ദാബാദ്, ഗുമസ്ത യൂണിയൻ സിന്ദാബാദ്. എക്സ്ക്യൂസ് മീ, നോവലിസ്റ്റ് സണ്ണി കുരുവിള സാറല്ലേ? അതെ. ഞാൻ പറഞ്ഞില്ലേടി, ഞങ്ങൾ സെന്റ് തെരേസാസിലെ സ്റ്റുഡൻസാ. ഐ എം മഞ്ജു. ഐ എം രേഷ്മ. ഐ എം കിറ്റി. ഞാൻ സീന. വി ആർ ഓൾ യുവർ ഫാൻസ്. സർ, ശരത് ഭാര്യ ഡൈവോഴ്സ് ചെയ്യോ? ശരത്തോ? ഇപ്പൊ കലാകൗമുദിയിൽ വന്നോണ്ടിരിക്കുന്ന വർണ്ണപ്പൊട്ടുകൾ എന്ന നോവലിലെ ഹീറോ വായിച്ചെടുത്തോളം അസലായിട്ടുണ്ട്. എന്താണ് സർ, ശരത് സ്വപ്നെ ഡൈവോഴ്സ് ചെയ്യോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഡൈവോഴ്സ് ചെയ്യണോ അതോ വേണ്ടേ? അറിയാനുള്ള ആങ്സൈറ്റി കൊണ്ട് ചോദിച്ചു പോയതാ. ഈ ആങ്സൈറ്റി സസ്റ്റെയിൻ ചെയ്യുന്നതിലാണല്ലോ ഒരു നോവലിസ്റ്റിന്റെ വിജയം. അതുകൊണ്ട് അടുത്ത ലക്കം വരുന്നവരെ ആങ്സൈറ്റി കീപ് ചെയ്തോളൂ. ഇതാരാണ് സർ? എന്റെ ബ്രദറാ മിസ്റ്റർ ജോസ്. നോ 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 നോ, ഐ എം ഗാന്ധി, പ്രേം ഗാന്ധി. ബ്ലൈൻഡ് ആണോ? അല്ലല്ല, ഐ എം എ ഫേമസ് ടെലിഫിലിം ഡയറക്ടർ. കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു ടെലിഫിലിം ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ? നോക്കത്ത ആഴത്തിൽ കാലം നീട്ടി. ഓ, സാറായിരുന്നു അതിന്റെ ഡയറക്ടർ. Yes, yes, പ്രേം ഗാന്ധി. Have you seen it yet? സത്യം പറയാലോ, അത് കണ്ട് ഞങ്ങൾ കരഞ്ഞുപോയി. What a pity. ഞാനത് കോമഡി ആയിട്ടാണല്ലോ ട്രീറ്റ് ചെയ്തത്. നിങ്ങൾക്കത് ട്രാജഡി ആയിട്ടോ ഫീൽ ചെയ്തത്? പൊന്നു പ്രേംകാന്തി സാറേ, ദയവ് ചെയ്ത് കോമഡിയുടെ പേരും പറഞ്ഞ് ഇതുപോലുള്ള കത്തികൾ പടച്ചു വിടല്ലേ. സ്വന്തം TV ആയതുകൊണ്ട് തല്ലിപ്പൊളിച്ച് കളയാനും പറ്റില്ലല്ലോ. സാർ, ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് സാറ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരണം. അതിനെന്താ, ആയിക്കോട്ടെ. സോറി സാർ, വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ക്ഷണിച്ചോന്ന് കരുതണ്ട. ഞങ്ങൾ വാർഡൻ ഒന്നിച്ച് ഒരു ദിവസം വീട്ടിലേക്ക് വരാം.
സാറിന് ഏത് ദിവസം സൗകര്യം എന്ന് പറഞ്ഞാ നെക്സ്റ്റ് സൺഡേ ആയിക്കോട്ടെ ലാൻസി. ദാറ്റ് മീൻസ് 9th. എന്താ 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 ചിരിക്കുന്നേ? അല്ല സാർ, സാറിന്റെ എല്ലാ നോവൽസിലും 9 എന്ന നമ്പറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഞങ്ങളോട് വരാൻ പറഞ്ഞത് ഒരു 9th. എന്താ സാർ അതിന്റെ സീക്രട്ട്? ഏയ് എന്ത് സീക്രട്ട്? നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനുഭവങ്ങളും ഒക്കെ ആണല്ലോ നമ്മൾ നോവലിൽ പകർത്തുന്നത്. 9, ദാറ്റ് ഈസ് മൈ ലക്കി നമ്പർ. ഓക്കെ സാർ, ഞങ്ങൾ കുറെ നേരം കത്തിവെച്ച് സാറിന്റെ ഫാമിലിയൊക്കെ ബോർ അടിപ്പിച്ചു അല്ലേ? സോറി സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. പരിചയപ്പെടാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. റിയലി. ഞങ്ങൾ വരട്ടെ സാർ. സോറി ഫോർ ദ ട്രബിൾ. ഓക്കെ ബൈ. ബൈ. ഇവളുമാരെ ഹോസ്റ്റലിൽ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണോ? ഓ, ഒരുത്തിക്ക് സണ്ണിയുമായി മുട്ടി ഒരുമി നിന്നാലേ സംസാരം വരത്തുള്ളൂ. എനിക്കുന്നൊരു വർത്താനം പറയണമെന്നുണ്ടായിരുന്നു. എങ്ങോട്ടാ? ഫാൻസ് അങ്ങനെ ചേട്ടത്തി, അവര് വളരെ ഡീപ്പായിട്ട് ഡീൽ ചെയ്യും. പിന്നെ അത് കറക്റ്റ്. ഇപ്പൊ കണ്ടില്ലേ, പ്രേം ഗാന്ധിക്ക് വളരെ ഡീപ്പായിട്ട് തന്നെ കിട്ടിയത്. 2 ദിവസം മൂന്നാർ, 3 ദിവസം മൈസൂർ, അവിടുന്ന് പിന്നെ ഊട്ടി. നല്ല രസമായ യാത്രയായിരുന്നു. ഈ കാറിൽ തന്നെയാണോ അപ്പച്ചൻ ഈ സ്ഥലമെല്ലാം കറങ്ങിയത്? നമ്മുടെ ബൈക്ക് കയറ്റി മൈസൂരിൽ വെച്ച് എന്നോട് ഇറങ്ങു. ഊട്ടി ചെന്നപ്പോ അവനെ തട്ടി ഇവനെ വാങ്ങി. അതേതായാലും നഷ്ടക്കച്ചവടം പോയി അപ്പച്ച. ഇതൊരു മുതുക്ക് വണ്ടിയല്ലേ? എടാ മോനെ, പാമ്പാണേലും പഴയതാടാ നല്ലത്. ഇങ്ങോട്ട് നോക്കി, ഈ പ്രായത്തിൽ നിങ്ങൾ രണ്ടുപേരെക്കാളും ആരോഗ്യം എനിക്കാ. എന്തുകൊണ്ടാ? ദിവസവും 2 സ്മോൾ അടിക്കുന്നുണ്ട്. ആ, അത് ശരിയാ. പക്ഷേ ചെറുപ്പകാലത്ത് നല്ലപോലെ അധ്വാനിച്ച് 4 കാശുണ്ടാക്കി വയസ്സുകാലത്ത് ലാലോ സ്മാളോ അടിയടാ, അതിലൊരു സുഖമുണ്ട്. നല്ല പ്രായത്തില് കണ്ട കാടെല്ലാം വെട്ടിത്തെളിച്ചും അതിന് വിളിച്ചു കെട്ടിയും ഈ മണ്ണിനോട് യുദ്ധം ചെയ്താടാ ഞാൻ ഈ കാശൊക്കെ ഉണ്ടാക്കിയത്, അറിയാവോ? ഓ, തുടങ്ങി 3 ഉള്ളിൽ ചെന്നാ പിന്നെ ഫ്ലാഷ് ബാക്കാ. ഒന്ന് പോടാ, ഞാൻ പറയും, ഇനിയും പറയും. പറഞ്ഞോ. ഇപ്പൊ തന്നെ 3 റീലായി. ഇനി ബോറാവേ. കപ്പാസിറ്റി ഇല്ലാണ്ട് വെറുതെ. ഒന്നുകൂടെ കൊഴിക്കടാ. ഒന്ന് അവനും കൂടെ. എനിക്ക് വേണ്ട പച്ച. ഒരു പെഗ്ഗെങ്കിലും അടിക്കാത്ത സത്യകച്ചേരാവൂടാ. നീ എന്റെ മോൻ തന്നെയാണോ? മത്ത കുത്തിയ കുമ്പളം മുളക്കത്തില്ല അപ്പച്ച. ആ, ചേട്ടത്തെ കെട്ടുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് അടിച്ച് വീലായി വാള് വെച്ചിരുന്ന ആളാ ഇപ്പൊ ഒരു പുണ്യാളൻ. മദ്യം എന്താ അത്ര? ആ, അതാ പെണ്ണുങ്ങളുടെ മിടുക്ക്. ഇനി നിങ്ങൾ ആര് ശ്രമിച്ചാലും സണ്ണി കുടിക്കത്തില്ല, അത് ഉറപ്പാ. നിന്റെ വിശ്വാസം നിന്നെ നയിക്കട്ടെ, നിന്റെ കുടുംബത്തെയും രക്ഷിക്കട്ടെ. ആമേൻ. നീ നിർത്തിയോടാ, ഒഴിച്ചറിയാവേ. അതെ, എനിക്ക് അപ്പച്ചനോട് സീരിയസ് ആയിട്ട് കാര്യം പറയാനുണ്ട്. ഇനി ഇത് കഴിച്ച് ഫിറ്റായ പിന്നെ ഞാനത് മറന്നുപോകും. എടാ, നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ അതൊക്കെ ശരിയാ, എന്നാലും എന്നെ കൊണ്ട് മേല. ഇങ്ങനെയായാലും എങ്ങനെ എന്റെ ആൻസി? നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് വല്ല മഹാസംഭവം മറ്റോ ആണോ? ചേർത്ത് ധൈര്യമായിട്ടിരിക്കേ, ബാക്കി നിങ്ങൾ ഏറ്റന്നേ. എന്നെ കൊണ്ട് മേലാന്നേ. ഇങ്ങനെ പേടിച്ചാലോ? ഡോക്ടർ പറഞ്ഞത് ചേച്ചിയും കൂടെ കേട്ടതല്ലേ? എപ്പോഴും ഇങ്ങനെ കിടക്കെ തന്നെ കിടന്ന് എന്തോ ഒരു മൊണോട്ടണ. പിന്നെ നീ വെറുതെ ഓരോ 4 ചൂടി ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കും. നിന്റെ മെന്റൽ കണ്ടീഷൻ എനിക്കറിഞ്ഞൂടെ? ഇതേലാകുമ്പോ ഒന്നും ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യാലോ. അത് ഞാൻ പിടിച്ചു നടന്നോളാം, എന്നാൽ ഇതേ കയറാൻ മേല. അയ്യേ എന്റെ ചേട്ടത്തി, ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് മനുഷ്യനെ പിടിച്ചു തിന്നുന്ന യന്ത്രമൊന്നുമല്ല. ഇറ്റ്സ് എ വെരി ഓർഡിനറി വീൽ ചെയർ, യു നോ. ലുക്ക്, ഐ എം ഗോയിങ് ടു ഡെമോൺസ്ട്രേറ്റ്, പ്ലീസ്. ഇപ്പൊ ചേർത്തി ഞാൻ അസുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എന്നിട്ട് ചേർത്തി ഈ 2 കൈകൾ ഇതിലിങ്ങനെ കുത്തിയിട്ട് ബാക്ക് എടുത്ത് മെല്ലെ ഇതിൽ വെച്ചിട്ട് എക്സ്ക്യൂസ് മീ, ഓട്ടോ റെഡി, ഞാനും റെഡി. ഹേയ് പ്രേം ഗാന്ധി, ഇത് എങ്ങോട്ടാ? ട്രിവാൻഡ്രം വരെ. കാലിക്കറ്റ് പോകുന്നെന്ന് പറഞ്ഞിട്ട്? ഓ, ഞാൻ ആ പോക്കൊക്കെ അങ്ങോട്ട് മാറ്റി. ട്രിവാൻഡ്രത്ത് പോയിട്ട് എനിക്ക് നേരിട്ട് ചിലരെ കാണാനുണ്ട്. ഞാൻ കൂടി ഉണ്ടെങ്കിൽ സോണിക്ക് ട്രിവാൻഡ്രം വരെ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ. ഒറ്റയ്ക്ക് പോയാൽ എന്നാരും പിടിച്ച് തിന്നതൊന്നുമില്ല. എന്നെ പ്രതി പ്രേം ഗാന്ധി ട്രിവാൻഡ്രം വരെ വന്ന് ബുദ്ധിമുട്ടണമൊന്നുമില്ല. ഏയ്, സോണിക്ക് ബോറടിക്കാതിരിക്കാനേ നമുക്ക് എന്തെല്ലാം സീരിയസ് ഇൻട്രസ്റ്റ് മാറ്റേഴ്സ് സംസാരിക്കാനുണ്ട്. ഐ മീൻ ടി വി. ജസ്റ്റ് ടിവി എങ്ങാനൊരു വാക്ക് മിണ്ടിയ ആ നിമിഷം ഞാൻ ട്രെയിനിൽ നിർത്തി ചാടും. എന്റെ ഈശോയെ ചതിക്കല്ലേ. ടി വി പോയിട്ട് ഒരു സിംഗിൾ ടീ പോലും ഞാൻ പറയത്തില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ബൈ ചേച്ചി. ബൈ. ഇവരാണ് സാർ. ഓഹോ, എന്താടാ ഇത്? ടി വി സീലിന്റെ പേരും പറഞ്ഞ് ഹോട്ടൽ റൂം എടുത്തിട്ട് ബില്ലും കൊടുക്കായിരുന്നു ചീട്ട് കളിക്കുന്നു. കാശ് വെച്ചാണോ അവിടെ കളി? അല്ല സാർ. ആരാടാ എന്റെ പ്രൊഡ്യൂസർ? പ്രേംകാന്തിയാണ് സാർ. പ്രേംകാന്തി? വേറെ പേരൊന്നും കിട്ടിയില്ല. എവിടെയാ അവൻ? ഉറക്കമാണ് സാർ, ഇപ്പൊ വിളിക്കാം. വിളിക്കടാ. പ്രേംകാന്തി സാർ, പ്രേംകാന്തി സാർ, പ്രേംകാന്തി സാർ. Cut it! Next shot!
മാറിക്കാം. നീയാണോടാ എന്റെ പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ മാത്രമല്ല, ഡയറക്ടറും കൂടിയാ. ഹോട്ടൽ റൂം എടുത്തിട്ട് പൈസയും കൊടുക്കാതെ AC ഇട്ട് സുഖിക്കുവാണ് അല്ലടാ? സത്യമായിട്ടും സുഖിക്കായിരുന്നില്ല സാർ. മാനസികമായും ശാരീരികമായും തളർന്നു കിടന്നുറങ്ങി പോയതാ. 2 ദിവസമായിട്ട് ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുക സാർ. എന്താ കാര്യം? കുറച്ച് ക്യാഷ് പ്രോബ്ലംസ്. എത്ര രൂപയുടെ കൊടുക്കാനുള്ളത്? വെറും 10,000 രൂപ. only 10,000 baht. 10,000 bucks ഇല്ലടാ റാസ്കിൽ. ചുമ്മാ ചുറ്റിക്കളിയായിട്ട് നടക്കുവാണല്ലേ? ഇടിച്ച് നിന്റെ സിലിണ്ടർ ഞാൻ ഇളക്കും. നടക്കടാ സ്റ്റേഷനിലേക്ക്. സാർ ഞാൻ മറ്റേ നടക്കടാ. സാർ ഞാൻ വാടാ ഇങ്ങോട്ട്. ആ, നിങ്ങൾ ഇവന്മാരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഒരു ടാക്സി പിടിച്ച് സ്റ്റേഷനിലേക്ക് വന്നേ. സാർ ഇവനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്കിവനെ ഇത്തിരി ആവശ്യമുണ്ട്. നടക്കടാ. സാർ ഞാൻ വാടാ. ജീവനോടുണ്ടെങ്കിൽ ഇനിയും കാണാം. എടാ, നിന്നെ അവിടെ നിന്ന് ഊരിയെടുക്കാൻ ഞാൻ ഇത്ര ഭംഗിയായി അഭിനയിച്ചിട്ടും നിനക്കതൊന്നും മനസ്സിലായില്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിനാടാ ഡയറക്ടറാണെന്നും പറഞ്ഞ് മറ്റുള്ളവരെ അഭിനയം പഠിപ്പിക്കാൻ നടക്കുന്നത്? ഹോ, എന്നാൽ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു വേണോട്ടാ. അന്നേരം ശരിക്കും ഞാൻ വരണ്ട മുള്ളിൽ പോയി. അല്ലേലും ഈ കാക്കിക്കയത്ത് കയറിയ പിന്നെ സ്വന്തം അപ്പനെയും അമ്മയും പോലും തിരിച്ചറിയത്തില്ല എന്ന് പറയുന്നത് എത്ര ശരിയാ. എന്താടാ അപ്പനും അമ്മയ്ക്ക് ഇത്രയും ഫോഴ്സ്? ഞാൻ ജനറൽ അപ്പനമ്മയെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. നീ സണ്ണിയുടെ അനിയനായി പോയി. അല്ലെങ്കിൽ ഞാൻ ഓ, കർത്താവേ. വാടാ. അങ്ങോട്ടോ? കേറിയിരിക്കടാ. ഞാനോ? കേറിയിരിക്കടാ ഇങ്ങോട്ട്. വേണു കേട്ടോ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ക്യാമറ സാധനങ്ങളും ആ ഹോട്ടലുടമ പിടിച്ചു വെച്ചിരിക്കാൻ. മണിക്കൂർ കണക്കിന് അതിന് വാടക കൂടിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ തന്നെ ഒരു 10,000-15,000 രൂപയെങ്കിലും ആയി കാണും. ആ ക്യാമറ വിട്ടുതരാൻ ഹോട്ടലുടമയോട് ഒന്ന് വിളിച്ചു പറയൂ. അല്ലെങ്കിൽ വേണോട്ടം കുറച്ച് കാശൊന്ന് റോൾ ചെയ്ത് തന്നാൽ മതി. ഞാൻ പലിശ സഹിതം തിരിച്ചു തന്നോളാം കൈ കിട്ടുമ്പോ. കൊച്ചു കഴിവേറി ചെക്കർക്ക് ടിക്കറ്റ് എഴുതാവറ. എന്റെ പൊന്നുമോൻ ചെന്ന് വേറെ എവിടുന്നെങ്കിലും കാശുണ്ടാക്കിയിട്ട് ക്യാമറ കൊണ്ട് പോയാ മതി. കാശുണ്ടാക്കാൻ ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു എളുപ്പവഴിയും കാണുന്നില്ല. പറ്റില്ലെന്നേ. വേണോട്ടൻ എനിക്ക് വേണ്ടി ഒന്ന് ചോദിക്കാവോ? ചോദിക്കാവല്ലോ. പക്ഷെ ഇതല്ല. എന്നതാ? ആ കൊലയിൽ എങ്ങനെ ഇങ്ങനെ ഒരു പേടുണ്ടായിന്ന്? ആ, വളക്കുറവുണ്ടായിരിക്കും. നീ വല്ലതും പറഞ്ഞായിരുന്നു? ഓ, ഒരു ആത്മകഥ അറിയാതെ പുറത്താടിയതാ. നീ ആ കുഞ്ഞുകുട്ടിച്ചാന്റെ മോൻ തന്നെ. കള്ളൻ. കൂടുതൽ ക്ലോസ് ആവല്ലേ? നിർത്തി.